A very good evening and welcome to a fun-filled episode of Comedy Masala. ഇന്നത്തെ ഈ എപ്പിസോഡിനെ രസകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഓഡിയൻസിനെയാണ് ഇന്ന് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ പ്രിയങ്കരായ രണ്ട് ചിരി കൂട്ടുകാരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുധി കൊല്ലം ആൻഡ് നെൽസൺ ശൂരനാട്. അങ്ങനെ ഞാൻ വിചാരിച്ചു കോട്ട് പോയിട്ട് അല്ല, നിങ്ങളുടെ ആ ഡാൻസ് കണ്ടതിന് ഒരു ക്ഷീണം വരുന്ന ഒരു ആലസ്യം. സുചേട്ടാ എന്തോ എന്നാ ഉണ്ട്? ഇങ്ങനെയൊക്കെ പോണ്. ഇങ്ങനെയൊക്കെ പോയാ മതിയോ? തകർപ്പനൊരു എപ്പിസോഡ് അല്ലേ? പൊളിക്കല്ലേ? ആ ശരി നൽചേട്ടാ, തീർച്ചയായും പൊളിക്കണം, തകർക്കണം. ഓഹോ, ഞാൻ രണ്ട് കൽപ്പിച്ചിരിക്കുക. രണ്ട് കൽപ്പിച്ചിട്ട് അധികം നേരം നിൽക്കണ്ട, ആ സീറ്റിലേക്ക് പോയി ഇരുന്നാലും. താങ്ക് യു. സുചേട്ടാ അടുത്തതായിട്ട് ഒരു തകർപ്പൻ സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ടീം ഫൺ സ്റ്റാർസ്. അമ്മാ അമ്മോ അയ്യോ, ഇവിടെ ആരുമില്ലയോ? വയറ് വേദനിച്ചിട്ട് വയ്യായേ. ഇന്നലെ രാത്രി കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയതാണ്. എപ്പോ ചോദിച്ചാലും പറയും ഒബ്സർവേഷനിൽ. ഇവിടെ ആരുമില്ലയോ? വയറ് വേദനിച്ചിട്ട് വയ്യ, ആരുമില്ലയോ ഇവിടെ? സർക്കാർ ആശുപത്രിയുടെ കാര്യം എങ്ങനെ എത്ര പറഞ്ഞാലും ഇത്രേ കിട്ടുള്ളെന്നറിയാം. പക്ഷേ ഈ സുക്കൂറിനോട് കാണിച്ച കളി ഞാൻ കാണിച്ചു കൊടുക്കും. അയ്യോ, സുക്കൂറിന്റെ അടുത്താ കളി. സുക്കൂറിന് എത്ര കണ്ടേക്കുന്നേ. പുതപ്പിന് നീളവും ഇല്ലയോ? ഇല്ല. അയ്യോ അയ്യോ അയ്യോ, ഓടി വരണേ, എനിക്ക് വയറുവേദനിക്കുന്നേ. ആരാണ് ഈ ഗർഭിണിയെ കൊണ്ട് ഇവിടെ കടത്തിയത്? ഹലോ, ആരാണ് ഇവിടെ കൊണ്ട് കടത്തിയത്? നോ ഐഡിയ. ആരാണോ നോ ഐഡിയ? എവിടേക്ക് നോ ഐഡിയ? ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് കടത്തിട്ട് എവിടെ പോയടാ? നോ ഐഡിയ, നോ ഐഡിയ, നോ ഐഡിയ. അയ്യോ, അതല്ല, എനിക്കറിയില്ല എന്നാ പറഞ്ഞേ. അറിയില്ലെന്ത്? അപ്പൊ കൂടെ വേറെ ആരും ഇല്ലേ? ഒറ്റയ്ക്കാണോ? അപ്പൊ മോള് പേടിക്കണ്ട കേട്ടോ. മോക്ക് എന്തുണ്ടെങ്കിലും ഈ ചേട്ടൻ കൂടെ കാണും. മോളെ കൂടെയും മോളെ വയറിന്റെ കൂടെയും. പിന്നെ മോൾ ഇവിടെ കിടക്കേണ്ട ആളല്ല, അങ്ങ് മോളിത്തെ നിലയെ കിടക്കേണ്ട ആളാണ്. അപ്പൊ ചേട്ടൻ കൊണ്ടുപോട്ടെ. മഞ്ചാടി കൊമ്പത്തെ ചിങ്കാരത്തമ്മേ മഴ. വെറൈറ്റി ആണല്ലേ, ആളറിയാതിരിക്കാൻ വേണ്ടി മീശയൊക്കെ വെച്ച് വന്ന് നിൽക്കുകയാണല്ലേ. ആരാടാ നീ? ഷുക്കൂർ 40 വയസ്സ്. ഞാൻ ജബ്ബാർ 38 വയസ്സ്. എന്താ വിഷയം? വയറുവേദന, അസഹ്യമായ വയറുവേദന. വയ്യ, ഈ വയറും കൊണ്ട് ഇരിക്കാൻ വയ്യ. അത് ശരി, ഇയാള് വയറും കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കൊക്കെ ഇരിക്കാനാണ് ദൈവം ഈ സാധനം തന്നേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അയ്യോ, അതല്ല പറഞ്ഞത്, ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ആണോ? നമ്മുടെ വീട്ടിൽ പലർക്കും ഉണ്ട്. എന്റെ ഉമ്മയ്ക്ക് ഇതുപോലെ വയറ്റ് നോവായിരുന്നു. മൂമ്മയ്ക്കാണെങ്കിൽ വയറ്റ് നോവല്ല, പേറ്റ് നോവ്. അങ്ങനെ വരാൻ വഴിയുള്ളൂ. അയ്യോ, ഇവിടെ കടന്ന് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. കൂട്ടിരിപ്പിന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ആരും വന്നിട്ടില്ലേ? ഇല്ല. അത് ശരിയാവത്തില്ല, കൂട്ടിരിപ്പിന് ആള് വേണം. കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചതാ. എങ്ങനുണ്ട്? ആര്? ആര്യ? ആണില്ലേ? ഇപ്പൊ കൊണ്ടുവരാൻ എനിക്കൂടെ കാണാറുന്നല്ലേ. കൂട്ടിരിപ്പിന് ഭാര്യയെ കൊണ്ടുവരാത്തത്? അവളൊരു കല്യാണത്തിന് പോയി. അപ്പൊ പിന്നെ കുട്ടികളെങ്കിലും കൊണ്ടുവന്നൂടെ? എനിക്ക് കുട്ടികളില്ല. അയ്യോടാ അച്ഛനാ, ഈ വയറും താങ്ങി പിടിച്ചോണ്ട് കറങ്ങി ഓടി നടന്നിട്ട് കാര്യമില്ല. പിക്കപ്പ് വേണം. അങ്ങനെ പറയാം. എന്റെ വീടിന്റെ അപ്പുറത്തെ സുദർശനൻ, അവന് പിള്ളേർ 5 ആണ്. അയ്യോ, പിക്കപ്പ് പോയിട്ട് ഒരു സൈക്കിൾ പോലും ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ലേ. അടുത്ത് തുടങ്ങി. ഡോക്ടറായിരിക്കും. ഇത്രേ സമയമായി, ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലേ. ഹലോ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ചോദിച്ച് എന്നെ ഇങ്ങോട്ട് മേലെ വിളിച്ചു പോരുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവസാനമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്, ഇനി ഒരിക്കലും ഈ കാര്യം ചോദിച്ച് എന്നെ വിളിക്കരുത്. ഇവിടെ 1-ാം വാർഡ് പട്ടി വാർഡ്, 2-ാം വാർഡ് ആമ വാർഡ്, 3-ാം വാർഡ് പൂച്ച വാർഡ്,
മനസ്സിലായല്ലേ? ഇനി മേലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു പോരുത്. അഥവാ വിളിക്കണമെങ്കിൽ ഡോക്ടർ വന്നിട്ട് വിളിച്ചാൽ മതി. ഓക്കെ വെച്ചോ. എനിക്കറിയാൻ മേലഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കുക. എന്ത്? ഇത് മൃഗാശുപത്രിയാണോ അതോ മനുഷ്യരെ ചികിത്സിക്കുന്ന ആശുപത്രി? താൻ ഇവിടെ കിടക്കുന്നിടത്തോളം ഇത് മൃഗാശുപത്രിയാണ്. പട്ടി കടിച്ച് കൊണ്ട് തന്നെ കടത്തുന്നവനെ പട്ടി വാർഡ്, പൂച്ച മാറ്റി കൊണ്ട് കടത്തുന്നവൻ പൂച്ച വാർഡ്. അങ്ങനെ വാർഡുകൾ നമ്മൾ തിരിച്ചിരിക്കി ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് ശരി. അപ്പൊ ബ്രെഡും മുട്ടയും കിട്ടും. ബ്രെഡും മുട്ടയില്ല, ബെഡും മൂട്ടയും. വേണമെങ്കിൽ അതിൽ പോയി കിടക്കും. ഡോക്ടർ ഉണ്ടോ? ആ ഡോക്ടർ വരും. വരുവോ? അയ്യോ, വയറുവേദനയും കൂടെ പനിയും. അയ്യോ പനിയുണ്ടോ? പനി എങ്ങനെ വന്ന്? വാ, അത് ചോദ്യം. അതെയാണ്. ഇന്നലെ രാത്രി 12:30 മണി പെരും മഴ, അതിന്റെ കൂടെ മിന്നലും. ഓ, കിടുകിടാന്നടിക്കുന്ന തണുപ്പ്. മഴയല്ലേ, തണുപ്പ് കാണും. ഞാൻ ഇങ്ങനെ മൂടി പുതച്ചകത്തിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഉണ്ടടാ, കഥവിലാരോ മുട്ടി. ഞാൻ കിടുകിടാന്ന് പേടിച്ച് പതുക്കെ അങ്ങോട്ട് ചെന്നു. വാ കൂട്ടിന് വാ. ചെന്നിട്ട് കുറ്റി ഇങ്ങനെ എടുത്ത് അതെന്തോന്ന്? കഥവ് തുറന്നത്. ഇച്ചിരി എണ്ണയിട്ട് കൊടുക്കണം വിചാരിക്കും. ഈ പാതിരാത്രി ഒറ്റയ്ക്കിടക്കുന്ന ഞാൻ എണ്ണ എടുക്കാൻ എവിടെ പോടാ തെണ്ടി? കണ്ടത് എന്താന്നറിയോ? എന്താ? തലയെ കൂടെ മഞ്ഞ പുതപ്പ് വിട്ട് വടിയും കുത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആര്? പനി. എന്തു വേണമെന്ന് ചോദിച്ചു, ഒറ്റ കയറ്റം ചാടി ഇങ്ങോട്ട്. അങ്ങനെ പനി വന്നു. നിനക്ക് വയറ്റിനകത്തല്ല വേദന വരേണ്ടത്. നിന്റെ 2 കാലും കൂടെ പിടിച്ചാൽ ഓടിക്കണം. എന്നിട്ട് പ്ലെയർ വെച്ച് നിന്റെ ഈ നഖ ഊരിയെടുക്കണം. എന്നിട്ട് നിന്നെ തീക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കണം. കണ്ണിലും തീച്ചിരി ഇടണം. നാക്കിക്കണം. എന്നാ പിന്നെ ഞാൻ പളനി പോയാ പോരെ? അതാണ് നിനക്ക് നല്ലത്. വയറ് വേദനിക്കുന്നേ. അയ്യോ, മണി 12 സൈറൻ മുഴങ്ങി. ഇതുവരെ ഡോക്ടർ വന്നിട്ടില്ല. അയ്യോ, സൈറൻ അടിച്ചതല്ലേ, ഞാനാണ്. ഡോക്ടർ ഉണ്ടോ? വരുമായിരിക്കും. കേറി വാ. അയ്യോ, എനിക്ക് വയ്യായേ, എന്നെ നടുവയ്യായേ. എന്നെ വെടിവെച്ചു കൊല്ലല്ലേ. വെടിവെച്ചതല്ല, ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ. വിളിച്ചതാ. എന്നെ ഒന്ന് നോക്കോ? നോക്കാം ഉണ്ടല്ലേ. കൊള്ളാം, അടിപൊളി. 6 അടി പൊക്കം, വെളിവിള കുടുകുട, പച്ച സത്ത്, ചേരുന്ന മുണ്ടുക, പച്ചക്കര, ഉപ്പുമാങ്ങ ഭരണിയിലിട്ടതുപോലൊരു വയറും. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുത്തം വയറും കൈ താങ്ങി പിടിച്ചോണ്ട് എന്നെ ഒന്ന് നോക്കുമോന്ന് ചോദിക്കുന്നത്. അയ്യോ, ഒന്നും പറയണ്ട. എന്റെ നടു ഒടിഞ്ഞ്, കൈ ഒടിഞ്ഞ്, കാലൊടിഞ്ഞ്, എനിക്ക് അനങ്ങാൻ വയ്യ. അതുകൊണ്ടാ. എങ്ങനെ ഒടിഞ്ഞ്? നിക്കർ ഊരിയതാ. നിക്കർ ഊരുമ്പോ എങ്ങനെ കയ്യും കാലും ഒടിയുന്നത്? അതായത് ഞാൻ ചക്ക അടക്കാൻ വേണ്ടി പ്ലാവി കയറി. അവിടെ ഇരുന്ന് ഉറുമ്പ് അടിച്ചപ്പോ അങ്ങ് നിക്കർ ഊരി, താഴെ വീണ് ദിം. എന്നിട്ട് ആരും കണ്ടില്ലേ? അമ്മമ്മ ഉണ്ട്. അമ്മമ്മയൊന്നും പറഞ്ഞില്ലേ? അമ്മമ്മ എങ്ങനെ പറയും? അമ്മമ്മേരെ മണ്ടേ കൂടെ അല്ലേ വീണത്. നാളെയാണ് സഞ്ജയന. അമ്മമ്മ അടക്കം പറഞ്ഞില്ല. മുതുക്ക് കളവ് ചത്ത് മേലോട്ട് പോയാലും പുള്ളിയുടെ അടക്കം പറഞ്ഞിട്ട് ഇതുവരെ തീർന്നില്ലയോ? അതല്ലെന്ന്, ഞാൻ മരണം പറഞ്ഞ് തീർന്നില്ല. എന്റെ ദൈവമേ, എന്റെ കൈയും കാലും ഒക്കെ ഒന്ന് ശരിയാക്കി എന്നെ ഒന്ന് പെട്ടെന്ന് വിടുവിടുന്നു. അയ്യോ, പെട്ടെന്ന് വീട്, അയാൾക്ക് മരണം പറഞ്ഞ് തീർക്കാവുള്ളതാണ്. അയ്യോ അതല്ല, നാളെ സഞ്ജയനും ഇഡ്ഡലിയും സാമ്പാറും തിന്നണോ എനിക്ക്. അയ്യോ, ഡോക്ടറെ വിളി. ഡോക്ടറെ തന്തയ്ക്ക് വിളിക്കണോ തള്ളയ്ക്ക് വിളിക്കണോ? അയ്യോ അതല്ല, ഡോക്ടറെ വിളി. എന്താണ് അവിടെ? ഒന്നുമില്ല. ഡോക്ടർ ഇപ്പൊ വരും, ആരും മിണ്ടരുത്. അതെന്താ ഡോക്ടർ എല്ലായിടത്തും ദേഷ്യത്തിലാണോ? നോ, പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രിക്റ്റാ. പറഞ്ഞു തീർന്നില്ല, അതോ വരുന്നു ഡോക്ടർ. ഇതെന്തോ സാധനം ഡോക്ടറെ? ചൂട് സമയല്ലേ, വായിക്കകത്ത് ഭയങ്കര ചൂടാണ്ട് കാറ്റടിച്ചതാ. 10-20 വർഷമായി എൻ്റെ കൂടെ പണിയുന്നവനാ. അവ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അളക്കും. അളപ്പുകാരാ, ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. ഡോക്ടറെ, ഓപ്പി ഉണ്ടാ? ഇല്ല, ജവാനുണ്ട് അടിക്കുന്ന. അയ്യോ അതല്ല, ഇവിടത്തെ ഓപ്പി ഉണ്ടാന്ന്.
അല്ല ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല, ആരാ? ഞാൻ ജോഷി. അയ്യോ, നിറക്കൂട്ടും 2020 ഞാൻ 10-20 പ്രാവശ്യം കണ്ടു കേട്ടോ ജോഷി. ആ 2020 മോഹൻലാൽ മേളിൽ മമ്മൂട്ടിയെ പിടിച്ച് കണ്ണാടി പൊളിച്ചൊരു ചാട്ടം ഉണ്ടല്ലോ. സത്യം പറയാം, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന അതാ, ആ ക്യാമറ എവിടെ കൊണ്ടാ വെച്ചത്? അയ്യോ, ഞാൻ ആ ജോഷിയല്ല. പിന്നെ? ഞാൻ ചക്കടക്കാൻ കയറി പ്ലാവിന്ന് വീണ ജോഷി. ചക്കയടക്കാൻ പ്ലാവിന്ന് കയറി അവിടെ നിന്ന് നിക്കറൂരി താഴെ വീണ ജോഷി. നീ ജോഷിയല്ല, പിന്നെ ചക്കടക്കാൻ കയറി വീണ വിവരദോഷി. എടാ, ആരെങ്കിലും ചക്കടക്കാൻ വരുമ്പോൾ നിക്കറൂരോടാ. നീ തറ വീണപ്പോ ആ ചക്ക ലജ്ജിച്ച് കാണും. എന്ത് ചെയ്യുമെന്ന് പറ. ഡോക്ടറെ, പിന്നെ ആ. ദാണ്ട ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ആയുർവേദമാണ് വീട്ടിലെല്ലാരും നോക്കണം. ആ. പക്ഷെ എനിക്ക് അലുവാ പൊതിയാണ് ഇഷ്ടം. എങ്ങനെ? അലുവാ പൊതി. ജബ്ബാർ, യെസ്. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ആ. ഞണ്ടിന്റെ കണക്കിന് കത്രികയുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ. അതെന്തിനാ? ഇവന്റെ വയറ് കുത്തി പൊട്ടിക്കാൻ. എടാ, അലുവാപ്പൊതിയല്ല, പിന്നെ? അലോപ്പൊതി. ഓ, എന്ന് വെച്ചാ എന്ന് വെച്ചാൽ നിന്നെ പോലുള്ള രോഗികൾ രോഗമായിട്ട് ഇവിടെ വരും. എന്നെ പോലുള്ള ഡോക്ടർമാർ ചികിത്സിക്കും. അത് രോഗം കണ്ടുപിടിച്ചിട്ട് ഹലോ ആ, പൊതി എടുത്തോണ്ട് വരൂ. അതാണ് ഹലോ പൊതി. അതെവിടെ കിട്ടും? അതെവിടെ കിട്ടും? ജബ്ബാർ, യെസ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആ, ആ ഞണ്ടിന്റെ കത്രിക 2 എടുത്തോ. അതെന്തിനാ? ഇവന്റെയും വയറും കുത്തി പൊട്ടി. അയ്യോ, ഡോക്ടറെ, പിന്നെ ആ. ദാണ്ട എന്റെ കൈ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കിയേ. എക്സ്റേ എടുക്കണം. പിന്നെ കുനിഞ്ഞിട്ട് ഒരു പേപ്പർ എടുക്കാൻ വയ്യാത്ത ഞാനാണ് ഇനി എക്സ്റേ എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്തുവാടാ? എന്താന്ന്? ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ ഇങ്ങാരാന്നാ? എടാ, ലോകം ചുറ്റി സഞ്ചരിച്ച ഡോക്ടർ ചക്രവാണി MBBS ഇപ്പൊ ശരിയാക്കി തരാം. അതുകൊണ്ട് ആ കാണുന്ന മഞ്ഞ പെയിന്റ് അടിച്ച വീടാണ് ഡോക്ടറുടെ വീട്. അവിടെ നിന്ന് ഇവിടെ നടന്നു വരാൻ 3 മിനിറ്റ് മതി. ആ 3 മിനിറ്റ് കൊണ്ട് 34 ചുമയും 4-5 എന്നെ കൊണ്ടൊന്നും പറയരുത്, നാറ്റ കേസ് ലോകം സഞ്ചരിച്ചെന്ന്. അയ്യോ, യവനെ ഞാൻ മിക്കവാറും ഞണ്ടിന്റെ കത്രിക എടുക്കും. എടാ, ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ച മനുഷ്യനാ. ആണോ? ഞാൻ നേരത്തെ ഗൾഫിലല്ലായിരുന്നോ? ഗൾഫിൽ ഞാൻ അവിടുത്തെ ഡോക്ടറല്ലായിരുന്നോ? ആണോ? അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഞാൻ. ആണോ? പിന്നെ അറബികൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അറബികളെ ഭാര്യമാരെ പ്രസവിപ്പിക്കൊണ്ട് എന്റെ ഹോസ്പിറ്റലല്ലേ. ഇത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം ഒരു അറബി കരഞ്ഞോണ്ട് കയറി വരുന്നു. ഞാൻ ചോദിച്ചെന്ത് മത്കാൽ ബാല എന്ന് വെച്ചാ അറബിയുടെ ഭാര്യക്ക് പ്രസവിക്കണമെന്ന്. ഞാൻ പറഞ്ഞു സെലോ ബട്ട എന്ന് വെച്ചാ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവക്ക് ഭയങ്കര പേടിയാന്ന്. ഞാൻ അവരെ പേടിക്കണ്ട, കൊണ്ടുവരാൻ കൊണ്ടുവന്നുള്ളതിന് ഓപ്പറേഷൻ കയറി ടക്ക് ഒന്ന് വിട്ടു, പറഞ്ഞു വിട്ടു. മഹാത്ഭുതം. അത് കഴിഞ്ഞ് വേറൊരു അറബി ഭാര്യയെ കൊണ്ടുവന്നു, ഓപ്പറേഷൻ കയറി ടക്ക് ടക്ക് ഇരട്ട പ്രസവം. അപ്പോഴേ പറഞ്ഞു. അത് ഷേക്ക് അറിഞ്ഞു. ഷേക്കിന്റെ ഭാര്യയെ കൊണ്ടുവന്നു, ഓപ്പറേഷൻ കയറി ടക്ക് 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 ടാ. അതെന്താണ് ഈ ടക്ക് 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 ടാ? ഒറ്റ പ്രസവത്തിൽ 6. ഈ ഷേക്കിന്റെ പേര് ഷേഖ് അസ് അലിബാബ. ആ, അപ്പൊ ഇനി 41 ടക്ക് ടക്കൂടെ ഉണ്ട്. അതെന്ത്? അല്ല, അലിബാബ ഈ 41 കള്ളന്മാരും എന്നാണല്ലോ. ഒരു കാര്യം ചെയ്യൂ, കത്രികയോടൊപ്പം ആ പ്ലെയർ കൂടെ എടുത്തോളൂ. അതെന്തിന്? ഇവന്റെ നാക്ക് വലിച്ചു പുറത്ത്. അല്ല ഡോക്ടറെ, എനിക്ക് ആകെ നെഞ്ചൊക്കെ അങ്ങ് ഇടിക്കുന്നു. ഡോക്ടറിന്റെ BP ഒക്കെ ഓക്കേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ആശുപത്രിയിൽ വരുമ്പോൾ ഡോക്ടർമാരോട് മാന്യമായിട്ട് പെരുമാറണം. അത് പെരുമാറാം. കയ്യിലോട്ട് കയറ്റു. കയറ്റി. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സാധനമാണ്, കറണ്ട് അടിച്ചാൽ എന്നൊന്നും പറയും. ഇങ്ങോട്ട് മാറി ചാടി ഉടനെ അവിടെ പോയാ. നീ ഇവിടെ വരൂ. എന്താണ് പേര്? മറന്നുപോയല്ലേ? അവിടെയോ? നിന്റെ ശുക്കൂർ. ശുക്കൂർ. നിന്റെ പേരെന്താണ്? എന്റെ ഒരു ബാബു. ബാബു. ശരി, ഓക്കെ. കാലുകൾ 2 കൂട്ടയൂ. കൈകൾ 2 കൂടയൂ. നീട്ടിപ്പിടിക്കൂ കൈ 2. കണ്ണുകൾ പുറത്തേക്ക് തള്ളൂ. നാക്ക് പുറത്തേക്കിട്ടേ. ഏതെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കൂ. തലയാട്ടു. കോക്രോച്ച് കാണിക്കുന്നതാണോ മനുഷ്യനെ പേടിപ്പിക്കാൻ? എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാതിരിക്കും. ഡോക്ടറെ, ഡോക്ടർ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർക്ക് 2 പേർക്കും ഓരോ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. തീരാവുന്ന കേസുകൾ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. നിനക്ക് ഇഞ്ചക്ഷൻ മതിയാ? മതി. നിനക്കോ? മതി. ബാഹുബലി വേണോ കട്ടപ്പ വേണോ? അയ്യോ, അതെന്തുവാ? എടാ, കട്ടപ്പ എന്ന് പറഞ്ഞാൽ നേഴ്സ് പുറകെ കൂടെ വന്ന് കുത്തും, ബാഹുബലി എന്ന് പറയാൻ പണ്ടി കൂടെ വന്ന് കുത്തും. ഡോക്ടർ എന്ത് ഭാഷയൊക്കെ സംസാരിക്കുന്നത്? ഇവരുടെ ഇങ്ങനെയൊക്കെയാണ് ചികിത്സ നടത്തുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞ ഓട്ടോ എടുത്തോണ്ട് വന്ന് നിന്നാ മതിയോ? ഇങ്ങോട്ട് മാറിയില്ലേ, ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് മാറിക്കോ.
തനിക്ക് എന്തോന്ന് പറഞ്ഞ അസുഖം? എനിക്ക് ഭയങ്കര കൈ കാലും ഒക്കെ ഒടിഞ്ഞ് നടു ഒടിഞ്ഞിരിക്കും. കൈയും കാലും ഒടിഞ്ഞു. ഇതിനകത്ത് നമ്മൾ ഡൊപ്ലായിക്കേഷൻ ഡെമാർക്കഡോ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് പേടിച്ചിട്ട് ജിക്കളാന്ന് തേച്ച് പിടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് മാറി കിട്ടും. അല്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേട്ട് പഠിച്ചു. ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ പലതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തനിക്ക് എന്താ അസുഖം? ഗ്യാസ്. അപ്പൊ നമുക്ക് മിഡില ഉപ്പളം കിട്ട റിംബ കെട്ട റുംബ എന്ന് പറയുന്ന 2 സൈസ് മരുന്നുണ്ട്. അത് മേടിച്ച് 3 നേരം കഴിക്കുക. 4 ദിവസം കൊണ്ട് ഓക്കെ. ഇത്ര കേസേ ഉള്ളൂ. അതിന് വെറുതെ അങ്ങേര് കിടന്ന് ജഗ് ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഓ ആയ എന്തായാലും ഡോക്ടർ സാർ മനസ്സറിഞ്ഞ് തന്നതല്ലേ. അപ്പം നമ്മൾ സമയത്തിന് കയ്യും കയറത്തും. അല്പം ആശ്വാസം. ആളിനെ വേണ്ടത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. തനി രാവണനാ, 10 തലയാ, ബാക്കി 9 വീട്ടിൽ വെച്ചേക്ക്. ഇവന്റെ സ്വന്തമായിട്ട് 3 പ്രബന്ധങ്ങളുണ്ട്. കണ്ടിട്ടുണ്ടോ? കാണാത്തത് ഭാഗ്യം. ചുമ്മാ വെറുതെ ഇരുന്നേ ഉള്ളു. സാരമില്ല, സാധാരണക്കാരന് ഒരു ആഗ്രഹം കാണും, അല്ല വെറുതെ ഡോക്ടറായിട്ടൊക്കെ ഇരിക്കണമെന്ന്. സാർ പറഞ്ഞപ്പം നമ്മളൊക്കെ സാധിച്ചു കൊടുക്കണം. ഇരുന്നേ ഉള്ളൂ. മനസ്സിലായില്ലല്ലേ? ഡോക്ടർ ജബ്ബാർ ഒയ്. MBBS FRCS മാമ്പുഴ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയത്. FSCT ഫാക്ടറിയിലെ വളവിട്ടാ പോലും കളിക്കില്ല, കുരുടിച്ചു പോയി. അല്ല എന്തോ പറഞ്ഞപ്പോ ഇരുന്നേ ഉള്ളു. ഇരുന്നോളൂ, അത് വെറുതെ ഇരിക്കൂ. ആയിക്കോട്ടെ. ഇരേട്ട എണീടാ പട്ടി. ആരെങ്കിലും ഇരിക്കാൻ നമ്മൾ ചാടിക്കയറി ഇടിക്കും. 20 വർഷം കൊണ്ടുണ്ട്. 10ാം ക്ലാസ് തോറ്റവനാ, അവന് ഡോക്ടർ ആവണം പോലും. നീ ആ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ ഭാര്യ സംശയമുണ്ടോ? എനിക്ക് അവളെ യാതൊരു സംശയമില്ല. സംശയമില്ല? 10 വർഷം ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി. ഇതുവരെ ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു സംശയമില്ല. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്റെ ഭാര്യയെ. ഒരാഴ്ച മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ന്യൂ തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോ ഒരു പച്ച സാരി കൊടുത്ത് നിന്റെ ഭാര്യ വേറൊരു പയ്യനുമായിട്ടൊരു സിനിമ കാണുന്നത് കണ്ടു. കണ്ണൻ പച്ച സാരി ഞാൻ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്തത് ആണല്ലേ? അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ആ പോത്തിസിലൊന്ന് പോയി. ഓഹോ. അതിന്റെ അകത്ത് നിന്റെ ഭാര്യ ഒരു പയ്യനുമായിട്ട് പർച്ചേസ് ചെയ്യുന്ന കണ്ടു. ഒരു 4 മണി സമയമാണോ? അതെ. ബിജു, എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചില സംഭവങ്ങൾ കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പാളയം വഴി പോയപ്പോ ആ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ മുടി നീട്ടി വളർത്തിയ ഒരു പയ്യനുമായിട്ട് ശൃംഗരിക്കുന്ന കണ്ടു. ബൈജു. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ട്, ഈ നമ്മളെ തമ്പാനൂര് വഴി വരുന്ന ഡോക്ടർ എന്തിനാ ഈ പാളയം വഴി വന്നത്? നിനക്ക് നിന്റെ ഭാര്യ സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. എങ്കിൽ എനിക്ക് നിന്റെ ഭാര്യ സംശയമുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയ പാളയം വഴി വന്നത്. ഞാനിപ്പോ പാപ്പനംകോടി വഴി വന്നപ്പോ നിന്റെ ഭാര്യ ഫോണും വെച്ച് ഒരുത്തോട് സൊല്ലുന്നു, ആടിക്കുഴഞ്ഞു ഉമ്മ 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 എന്ന് രാജേഷ്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എന്റെ ഭാര്യയെ എനിക്ക് യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല. നല്ല വിശ്വാസം. എങ്ങനത്തെ വിശ്വാസം? ഭയങ്കര വിശ്വാസം. എങ്ങനെ? അവൾ എന്നെ തേച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള വിശ്വാസം. ഡോക്ടർ എനിക്ക് ഒരു 10 മിനിറ്റ് എനിക്ക് ലീവ് തരൂ. 10 മിനിറ്റ് ഇല്ല, നിനക്ക് 10 വർഷത്തേക്ക് ലീവ് വന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. എടി വഞ്ചകി സരസമ്മേ, വരുന്നടി ഞാൻ. ഇന്ന് ഇവനെ ഒഴിവാക്കാൻ വേറെ പണിയൊന്നും ഇല്ലടേ. ഇല്ലെങ്കിൽ ഇവൻ ഡോക്ടറെ പണി ചെയ്താണ്. അതുകൊണ്ടാണ്. ഡോക്ടറെ, ദാണ്ടെ ഈ കാലൊന്ന് നോക്കിയിട്ട് എന്തെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ ഡോക്ടറെ. തുണി മാറ്റണം, കമ്പി ഇടണം, പിന്നെ പിടിച്ചു നടക്കാൻ ഒരു പിടിയും വെക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഡോക്ടറാണോ അതാ കുട നന്നാക്കണ ആളാണോ? ഞാൻ അതല്ല പറഞ്ഞത്. ആ തുണി മാറ്റിയിട്ട് കാലിൽ കമ്പി ഇടണം. അപ്പൊ കാലിന്റെ സ്വാധീനം കുറയും. അപ്പൊ പിടിച്ചു നടക്കാൻ വേണ്ടി ഒരു പിടിയുള്ള കമ്പ് വേണമെന്നാ പറഞ്ഞത്. ഡോക്ടറെ, എന്റെ ഈ ഗ്യാസ് ഒന്ന് മാറ്റി തരണം. എന്റെ കഥ കേട്ട ഡോക്ടർ കരയും. എനിക്ക് ഗ്യാസ്, എന്റെ പെങ്ങക്ക് കാലിലാണി, അയ്യോ, എന്റെ അനിയന് മൂത്രത്തി കല്ല്. എന്റെ കാര്യം പോട്ടെന്ന് വെക്കാം, പക്ഷെ എന്റെ അനിയന്റെ അനിയത്തിയുടെയും കാര്യം കല്ലുമാണി. എന്താണ് ഇതിനൊരു പ്രതിവിധി? ഇതിന് മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഹാർഡ്വെയർസിൽ പോയിട്ട് ഒരു ചുറ്റിൽ വലിച്ചോണ്ട് പോയാൽ മതി. അനിയന്റെ ആ കല്ല് അടിച്ചു പൊട്ടിക്കുക, അനിയത്തിയുടെ ആണി വലിച്ചു. എന്താണ് ഡോക്ടർ? സരള പ്രസവിച്ചു. ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ജനിച്ചാലിടുന്ന കുട്ടിക്ക് ജെട്ടിടിക്കാമോ? ജനിച്ചിട്ട് എനിക്ക് ഇപ്പൊ 52 വയസ്സായി. ഞാൻ ഇന്നേ വരെ
പിന്നല്ലേ ജനിച്ച കുട്ടിക്ക് പോ. ഡോക്ടറോട് ചോദിക്കാൻ വന്ന എന്നാണ് പറയാൻ? അല്ല ഡോക്ടർ, അപ്പൊ ഞങ്ങളെ കാര്യം എന്തായി? എന്ത്? ഞങ്ങളെ കാര്യം എന്തായി എന്ന് പറ. കുറെ നേരം കൊണ്ട് ഡോക്ടർ പറഞ്ഞല്ലേ ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി എടാ, തരാം, ഇപ്പൊ ശരിയാക്കി തരാന്ന്. ഇപ്പൊ ശരിയാക്കി തരാം. ഇങ്ങനെ പറയാൻ തരുമെന്ന് പറ. എടാ ഇന്ന് അപ്പടി നിനക്ക് എക്സ്റേ, നിനക്ക് സ്കാനിങ്, ഇതൊക്കെ എവിടെ പോയി എടുക്കും? ഇവിടെന്ന് ഇവിടുന്ന് അതിനുള്ള സൗകര്യം ഗവൺമെന്റ് അതിനുള്ള സൗകര്യമില്ല. പിന്നെ എടാ ഇതൊക്കെ പുറത്തു പോയി നല്ല ആശുപത്രി കാണിച്ച് ഇതൊക്കെ എടുത്ത് നല്ല ചികിത്സ നടത്താൻ വേണ്ടി നിനക്കൊക്കെ ഞാൻ ആംബുലൻസ് ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങനെ നമ്മള് മറ്റൊരു അടിപൊളി സ്കിറ്റ് കൂടി കണ്ടിരിക്കുകയാണ്. എന്തത്ര ഗൗരവത്തിൽ നിൽക്കുന്നത് നിങ്ങളൊക്കെ? ഇല്ലല്ലേ, ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. ഞങ്ങൾ പെണ്ണുങ്ങളുടെ സംസാരിക്കുമ്പോൾ എപ്പോഴും ഗൗരവത്തിലേക്കുള്ളൂ. ശരിക്കും എപ്പോ തൊട്ടാ അങ്ങനെ? ഈ പ്ലാവെന്ന് വീണപ്പോ തൊട്ടാണോ? ഓക്കെ, അപ്പൊ എന്തായാലും രസമുള്ള കുറെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ള കുറേ മുഹൂർത്തങ്ങൾ ഇങ്ങനെ കോർത്തിണക്കി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഓരോരുത്തരുടെ എൻട്രി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ് ജഡ്ജസ് സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്കിവിടെ ജഡ്ജസ് ഒന്നും ഇല്ല കേട്ടോ, നമ്മളെല്ലാവരും ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഓഡിയൻസ്, അപ്പോൾ നമ്മളൊക്കെ കാഴ്ചക്കാരാണ്. അപ്പോൾ കാഴ്ചക്കാരുടെ പോയിന്റിൽ അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ എൻജോയ് ചെയ്തു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ഇവരോടും കൂടെ ചോദിക്കാം. മറ്റൊരു കാഴ്ചക്കാരൻ്റെ ഇരിക്കുന്നു, സൂചേട്ടാ. എന്റെ ദൈവമേ, എന്തു പറയാനാണ്? എന്തേലും പറഞ്ഞേ പറ്റുള്ളൂ, അവിടെ ഇരുന്നു പോയില്ലേ? നമ്മുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ പണ്ട് കാലത്ത് ഇതുപോലുള്ള ഡോക്ടർമാരുണ്ടാവും അല്ലേ? ഭയങ്കര ജാടയായിരിക്കും ഈ ടീമൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ. ഈ കമ്പൗണ്ടർ മൂത്ത് ഡോക്ടറായെന്നൊക്കെ പറയുന്നു അല്ലേ? ആ ഒരു ടൈപ്പ്. അത് തന്നെ ഈ കോലവും. കുട്ടൻചേട്ടനൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തികളല്ല നിൽക്കുന്നത്. എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ വന്നിന്ന് പെർഫോം ചെയ്യുന്ന കാണാൻ വരെ വളരെ സന്തോഷമാണ്. ഒരുപാട് നന്നായിരിക്കണം. സൂപ്പർ, അടിപൊളി കുട്ടൻചേട്ടാ, സൂപ്പർ. ഇതൊക്കെ തന്നെ പറയാൻ. എന്നാലും നമുക്ക് മറേട്ടനല്ല, നമ്മുടെ കിഷോർ ചേട്ടനെ പുള്ളി വരുമ്പം ഒരു മാറുകയാണ്. പിന്നെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ചിരി. നന്നായിരുന്നു. പിന്നെ ഡോക്ടർ ആ ബേസിൽ പറയാണ്, ഈ പിന്നെ ലൈൻ കമ്പിയിൽ കാക്ക ചത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടമാണോ അത്? തലയിൽ വെച്ച അതുകൊണ്ട് ചോദിച്ചു. അല്ല, ഇത് തേങ്ങ പൊതിച്ചുമുണ്ടേ. ആണോ? ഉണക്ക തേങ്ങ. എന്തായാലും നന്നായി, മനോഹരമായിരുന്നു സ്കിറ്റ്, അടിപൊളി. അങ്ങനെ ജഡ്ജായിട്ട് പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം നമുക്ക്. നല്ലപോലെ എല്ലാവരും സന്തോഷിച്ചു, ഇഷ്ടപ്പെട്ടു. അതെ, ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ്? സ്കിറ്റ് അടിപൊളിയായിരുന്നു, നമ്മൾ നല്ലവണ്ണം ആസ്വദിച്ചു. ഈ ഒരു ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ മുഴുവൻ ആ ഡോക്ടറെ കാണുമ്പോൾ തന്നെ അറിയാം. നന്നായിരുന്നു. ഇവർ അവതരിപ്പിച്ച പഴയ കാലമാണെങ്കിലും ഇങ്ങനൊരു കാലം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ നമ്മളെ പല പ്രോഗ്രാമിലല്ലെങ്കിലും ഒരു ആ ഒരു രീതി പഴയ ഒരു ഹോസ്പിറ്റലിൻ്റെ രീതി. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഒത്തിരി മാറി. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടോക്കൺ സിസ്റ്റങ്ങളും കാര്യങ്ങളും വളരെ നല്ല കഴിവുള്ള ഡോക്ടേഴ്സാണ് നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. പക്ഷേ ചെറിയ അപാകതകൾ വരുന്നു, അതൊക്കെ നന്നായാൽ കൊള്ളായിരിക്കും. എന്തായാലും പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരുടെ സ്കിറ്റിന് എത്രയാണ് റേറ്റിംഗ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം. ഓഡിയൻസ് 4 stars ആണ് നമ്മുടെ ഓഡിയൻസ് ഈ ഒരു ടീമിന് അവരുടെ പെർഫോമൻസിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 4 സ്റ്റാറുകൾ കിട്ടിയ നമ്മുടെ ടീമിന് സമ്മാനമായിട്ട് 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ, ഒപ്പം പറക്ക ജ്വല്ലേഴ്സ് നൽകുന്ന 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഒരു പൊന്നാന. അപ്പൊ എന്തായാലും ആ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെൽസൺ ചേട്ടനെയും സുധി ചേട്ടനെയും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കോമഡി മസാലയുടെ വേദിയിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരികയാണ് ശ്യാം ചിറയൻകീഴ്. ഹലോ ശ്യാം. ഹലോ. അപ്പോൾ എന്താണ് ശ്യാമിന്റെ സ്പെഷ്യൽ പെർഫോമൻസ്? ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടന്റെ ചിത്രമായ ദേവാസുരം എന്ന ചിത്രത്തിൽ ലാലേട്ടനും നെപ്പോളിയനും ഇവർ രണ്ടുപേരും കൂടെ ശബ്ദം ഞാനത് ചെയ്യാം. ഒരു കാറ് കത്തിയാ അതെനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ച് കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്ക് അറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്നാ. ഇന്നലെ നടന്ന ഒന്നും എൻ്റെ അറിവോടെയല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലകണ്ഠ, എനിക്ക് സന്തോഷമാണ്. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ ഈ കളിയിൽ എനിക്ക് ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും.
മുണ്ടയ്ക്കൽ ഉത്സവത്തിന് ഇനി അധിക നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ഒടിഞ്ഞ കയ്യിൽ ഒരു കത്തി കെട്ടിവെച്ച് ഞാൻ വന്നേനെ. മുണ്ടയ്ക്കലെ വാതിലും ചവിട്ടി തുറന്ന്. പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുകയാണ്. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. ശേഖര, നീ പോ. അടിപൊളി. താങ്ക് യു. ഇനി ഇവർ രണ്ടുപേരും തന്നെ രാവണപ്രഭു എന്ന ചിത്രത്തിൽ വയസ്സായിട്ടുള്ള അപ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദ വ്യത്യാസം. മംഗലശ്ശേരി, പേരിന് മുന്നിൽ കൊമ്പന് നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ട് നടന്ന നിന്റെ തറവാട്ട് പേര് അതിന് നിന്റെ കൂടെ ഇല്ല. അത് മാഞ്ഞു പോയി. ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞു പോയി. നല്ല പ്രയോഗം. മായണം, മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാകുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പുലിമുരുകൻ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ ഡയലോഗ്. കാട്ടിലെ മൃഗങ്ങളെക്കാൾ നാട്ടിലെ മനുഷ്യരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ശത്രു അത് മനുഷ്യനായാലും ശരി, മൃഗമായാലും ശരി, അതിനെ അതിൻ്റെ മടയിൽ പോയി കൊല്ലണം. അതാണ് കാടിൻ്റെ നിയമം. താങ്ക് യു. ഇനി നമ്മുടെ എൻ എഫ് വർഗീസിന്റെ ശബ്ദം. അടിച്ചു തരട നിന്നെ, ആണ്ടവനോ അതിശേക്ഷിയോ. അടിച്ചതല്ല, ചവിട്ടിയതാണ് കേടാ, അതും ഷൂസിട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. എനിക്കറിയാം പെണ്ണി, കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്ന 3 പെങ്ങന്മാരുടെ ഭാരം ചുമരിലേക്കുന്ന ഏതൊരുവനും തോന്നാം ഒരു രാത്രി കൊണ്ട് ഈ ലോകം മുഴുവൻ സ്വന്തം കാൽച്ചുവട്ടിലാക്കണമെന്ന്. വിളിച്ചു പറ നിന്റെ മമ്മയോട് വിശ്വനാഥൻ വന്നിരിക്കുന്നു എന്ന്. എന്താണ് അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ? അവസാനമായി നമ്മുടെ ഷമ്മി തിലകന്റെ വോയിസ്. നേരത്തെ നെപ്പോളിയന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ 2 ഏജിലുള്ള ശബ്ദം കാണിച്ചിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷമ്മി തിലകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം റിയൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ പ്രജ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. ഏയ് സഗീർ ഭായ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം. എനിബഡി യു ക്യാൻ കിൽ. ഹാജി മുസ്തഫയുടെ ജീവൻ എടുക്കാൻ അരുണും ഞാനും ഡിഡിയും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറുകേടിൻ്റെ ഒരു ലീഗ് ഉണ്ടാക്കിയത് പിന്നെ താഴത്ത് നിൽക്കാനുള്ള കൈകരുതൊന്നുണ്ടാവില്ല ആ സഗീർ അലി ഹുസൈന. എന്നെ പോലുള്ള നീചന്മാരോട് പ്രവർത്തിക്കാൻ പറ്റില്ല സഗീർ ഭായ്. നിങ്ങൾക്ക് എന്താ പറ്റുമോ? അടിപൊളി ശ്യാം. ഓക്കെ ശ്യാം, താങ്ക് യു സോ മച്ച്. ഹലോ ഇത് ആരൊക്കെയാ? ഹലോ 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 ആരാണ്? ഹലോ, ദയവ് നിങ്ങളൊന്നും മിണ്ടായിരിക്കും. ഇത് എന്റെ ജീവിത മാർഗമാണ്. പ്ലീസ് എന്റെ ജോലി കളയരുത് പ്ലീസ്. ഫ്ലോർ ആണിത്, കോമഡി മസാല എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അല്ല അത് ഞാൻ സമ്മതിച്ചു. ഒന്ന് ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോ, ഇൻഫർമേഷൻ ഉണ്ട്. പറഞ്ഞോ സാറേ, പറഞ്ഞോ. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു 300 മീറ്റർ അകലെ മാറണം. കേട്ടില്ല. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു 300 മീറ്റർ അകലെ മാറണം. വലത്തോട്ടോ എടുത്തോട്ടോ? വലത്തോട്ട്. എന്നിട്ട് വലത്തോട്ട് പോകുമ്പോൾ അവിടുന്ന് ഒരു ഇൻഫർമേഷൻ നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. ഇൻഫർമേഷനാ? എന്താണ് സാറേ? അവിടെ ബിവറേജിൽ ആള് കുറവാണ്. പോകെങ്കിൽ നമുക്കിപ്പോ ഒരു ഫുഡ് എടുക്കാം, വൈകിട്ട് പൊളിക്കാം. ആണോ? അത് ശരി. ഇപ്പൊ തിരക്ക് കുറവാ? ഇപ്പൊ തിരക്ക് കുറവാണ്. ഓക്കെ, ഞാൻ എടുത്തോണ്ട് വന്നോളാം. ഓവർ. അതല്ല, ഇന്നലെ അടിച്ച ഓവർ ആയതുപോലെ ഇന്നും അങ്ങനെ ഓവർ ആകരുതെന്നാ പറഞ്ഞത്. ഓവർ ശരിക്കുള്ള ഓവറാണ്. ഓക്കെ സാറേ, ഞാൻ എടുത്തോണ്ട് വരാം. KL 3110 ആരുടെ വണ്ടിയാണ്? നിന്റെ അല്ലേടാ? എന്റെ വണ്ടിയാണ്. നിങ്ങളുടെ വണ്ടിയാ? അതെ. ഒന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ പ്രശ്നം? ഇല്ല, ഒന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ സാർ? അല്ല, ഞാനത് അവിടെ ഒന്ന് പറഞ്ഞുതരാം. അയ്യോ, എന്നാലും പിന്നെ നമുക്ക് അറിയണം എന്താണ്, എന്തെങ്കിലും കുഴപ്പമാണോ സാർ? അല്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു വണ്ടിയെ ചേസ് ചെയ്താണ് ഇവിടെ വരെ വന്നത്. ഇവിടെ വന്നപ്പോ എന്റെ വണ്ടി പഞ്ചറായി പോയി. എന്നെ ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കി ഹെൽപ്പ് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാണ്. ആണോ? കുഴപ്പമില്ല. അപ്പൊ അത് പറ സാർ, ട്രാഫിക് പോലീസ് ആണല്ലേ? പിന്നെ നിങ്ങളെന്താണ് വിചാരിച്ചത്? ഞാൻ എയർ ഇന്ത്യയുടെ പൈലറ്റ് ആണ്. അല്ല, അതെ സാറേ, സാറിപ്പോ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? പെറ്റി കൊണ്ടുവന്നാ? പോയത് പെറ്റിട്ട് വീട്ടിൽ കൊണ്ടുപോയോ കൊച്ചിനെ കൊണ്ട്? എല്ലാരും ഒന്ന് തിരിച്ചാരെ, ഭയങ്കര കോമഡി. പെറ്റി കൊണ്ടുവന്നല്ല പറഞ്ഞത്, പെറ്റിയും കൊണ്ട് വന്നാണെന്നാണ് പറഞ്ഞത്. ശരിക്കും ആർക്ക് പറ്റി? ഇതിപ്പോ ആരെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പരിപാടി കാണിച്ചാൽ എനിക്ക് പെറ്റി കൊടുക്കാമല്ലോ.
ശരി ശരി ട്രാഫിക് റൂൾസ് തെറ്റിച്ചാൽ ഞാൻ പെറ്റി കൊടുത്തിരിക്കും. വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും സാർ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഈ ഗതാഗത നിയമങ്ങളെ കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസിന് ഒരു ചെറിയ ക്ലാസ്, ഒരു 2 വാക്ക് സാർ സംസാരിക്കണം. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു നന്നാകാൻ പറ്റുന്നെങ്കിൽ നന്നായിക്കോട്ടെ. അതായത് എനിക്ക് ആദ്യം പറയാനുള്ളത്, വാഹനം ഓടിക്കുമ്പോൾ പാൻറ് ഇട്ടില്ലേലും ബെൽറ്റ് ഇടണം. എന്നാ പരിപാടി? പാൻറ് ഇടാതെ ഒരു മനുഷ്യനെ എങ്ങനെ ബെൽറ്റ് ഇടാൻ പറ്റും? ഇയാളെ കുരുക്കി കുത്തിക്കയറ്റുന്ന ബെൽറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, നെഞ്ചത്തോട് ഇങ്ങനെ ക്രോസ് ഇടുന്ന ബെൽറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ ഭയങ്കര എന്താണ്, ഞാൻ ഭയങ്കര പലിശക്കാരൻ. അതല്ലല്ലോ, സർക്കസുകാരൻ അല്ലെന്ന്. ഞാൻ ഭയങ്കര പലിശക്കാരനാണ്. പലിശക്കാരനാണ്. നമ്മൾ ഇതിന് പറയുമല്ലോ, എന്താ ഒരു കൃത്യനിഷ്ഠ കാണിക്കുന്നതിന് ഒരു പറയുമല്ലോ, കർക്കശക്കാരൻ. ഞാൻ ഭയങ്കര കർക്കശക്കാരൻ. ശർക്കരക്കാരനല്ല, കർക്കശക്കാരനാണ്. എന്തായാലും ആയിക്കോട്ടെ, ഞാൻ ആ ഒരു കാരനാണ്. അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുമ്പോ ഒരുത്തൻ ഞെളിഞ്ഞു വരികയാണ്, സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ. കൈ നാട്ടി തടഞ്ഞു നിർത്തി. ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞു. ഒത്തിരി പിടിച്ച് വെളിയിൽ ഇറങ്ങിട്ട്, എന്താണ് നീ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തെന്ന് ചോദിച്ചപ്പോ അവനോട് പറയാ, എനിക്ക് അതിന്റെ ആവശ്യമില്ല സാർ. അതെന്താ അങ്ങനെ പറഞ്ഞു? എനിക്ക് ധരിക്കേണ്ട കാര്യമില്ല സാർ. എന്താണ് കാര്യം? അവൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. അല്ലല്ല, സാറ് ഭയങ്കര സർക്കസുകാരനല്ലേ? അതെ, എന്താണ് കർക്കശക്കാരൻ. അതെ അതെ അതല്ലേ. എന്താ ചോദിക്കാൻ അവനോട് ചോദിക്കണ്ടെന്നില്ല സാറ്? അതെ, മുട്ടയെന്ന് വിരിയാത്ത 3 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. ബ്ലാക്ക് ബെൽറ്റിനോടൊക്കെ എന്റെ കർക്കശം കാണിച്ചാലേ അതൊന്നും വേണ്ട. സാധാരണക്കാർ ചില ആൾക്കാരുടെ ഞാൻ കണ്ണടച്ചങ്ങ് വിടും. താടിയുള്ളപ്പനെ പേടിയുണ്ട്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇത് കലാകാരന്മാരുടെ ഒരു വേദിയാണ്. കലാകാരന്മാരോട് സാറിന് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഈ വാഹനം ഓടിക്കുമ്പോൾ മദ്യപിച്ചോ, പക്ഷെ അത് കേരളത്തിൽ പറ്റില്ല, മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോ. കേരളത്തിൽ അത് നടപ്പില്ല. അങ്ങനെ ഞാൻ ഭയങ്കര കർക്കശക്കാരനാണ്. ഇവിടുത്തെ നിയമങ്ങളും അങ്ങനല്ലേ? എന്നായിരിക്കും നിങ്ങളുടെ വിചാരം. എടോ മണ്ടന്മാരെ, കേരളത്തിലെ റോഡ് മൊത്തം കട്ടനല്ലേ? ഒരു തുള്ളി സാധനം അകത്തില്ലോ ഇങ്ങനെ കുലുങ്ങി ഇങ്ങനെ കുടിക്കുമ്പോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ നിങ്ങളെ പൈസ കളയണ്ട. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. കേരളത്തിൽ കുടിക്കണ്ട, വേറെ എവിടെയെങ്കിലും പോയി കുടിച്ചോ. ശരി, ജാം ഒരുപാട് കൂടുതലുണ്ടാകുമ്പോ എന്താ ചെയ്യാറ്? ജാം ഒരുപാട് ഉണ്ടാകുമ്പോൾ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയി ഒരു കവർ ബ്രെഡ് മേടിക്കും. എന്നിട്ട് ഏതെങ്കിലും കടത്തലേക്ക് പോയാലും തേച്ചിട്ട് മാക്കടിക്കും. ട്രാഫിക് ജാം കൂടുതലുണ്ടാകുമ്പോൾ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്? ഈ ട്രാഫിക് ജാം ഉണ്ടാകുകയല്ലോ, ഞങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അതറിയത്തില്ല. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഈ സിഗ്നൽ ലൈറ്റ് ഉള്ള ജംഗ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ വാഹനം ഓടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ബ്ലോക്ക് അവിടെ വരാറുണ്ടോ? ഇല്ല. ഇത് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ കിടന്ന് തിരുവാതിര കളിക്കുമ്പോഴല്ലേ ഈ ബ്ലോക്കുകളെല്ലാം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ജാം ഉണ്ടാകുകയല്ലോ, ജാം ഉണ്ടാക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ബ്ലോക്ക് വരുമ്പോഴാണ് ഞാൻ അവിടെ തലയും വലിച്ചോണ്ട് പോയി ഈ ബ്രെഡും ജാമും മേടിച്ചോണ്ട് കടത്തിലേക്ക് മാറി ഞാൻ തിന്നും, ബ്ലോക്കും മാറും. സീബ്ര ലൈൻ ഇടൂല നമ്മള് റോഡില്. എന്തിനാ ഈ സീബ്ര ലൈൻ ഇടുന്നത്? റോഡിൽ സീബ്ര ലൈൻ എന്തിനാണ് ഇടുന്നത്? പിന്നെ എന്റെ നെഞ്ചത്തിടാൻ പറ്റുമോ? അതെ, റോഡിലിടുന്ന സാധനം റോഡിലല്ലേ ഇടണ്ടേ? പക്ഷേ അല്ലേ, അല്ലാതെ എന്തിനാണെന്നാ ചോദിച്ചത്. സീബ്ര ലൈൻ ഇടണ എന്തിനാണത്? അതെന്തിനാണെന്ന് അത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ കാട്ടിൽ ആനകൾ നാട്ടിലേക്ക് വരില്ലേ, കാട്ടിൽ നിന്ന് പുലികൾ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. അതുപോലെ സീബ്രകൾ വരുവാണെങ്കിൽ നാട്ടിലേക്ക് വരാനുള്ള അതിന്റെ ഒരു വഴിയാണ്. അതാണ് ചോദിക്കട്ടെ, ഈ നാട്ടുകാർ വെള്ളം അടിച്ചു കഴിഞ്ഞാല് പോലീസ് പിടിക്കും. നിങ്ങൾ പോലീസുകാര് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആര് പിടിക്കും? ഞങ്ങൾ വെള്ളം അടിച്ച ആര് പിടിക്കും? ഞങ്ങളെ പോലീസ് പിടിക്കില്ല. എന്താ? പക്ഷേ ഏത് സാധനം അടിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്ന അവൾ എന്നെ പൊക്കും. അവള് പോലീസ് പിടിക്കത്തില്ല. അതെന്താ അങ്ങനെ? നമ്മള് മണമില്ലാത്ത സാധനം അടിച്ചിട്ട് എന്നാലും വിളി പിടിക്കും. ഇതെങ്ങനെ പിടിക്കുന്നു? ഇതെങ്ങനെ പിടിക്കുന്നതാണ് എനിക്കിത് പിടികിട്ടാത്തത്. എന്തായാലും സാറിന് ഈ ജോലി കിട്ടുന്ന സമയത്ത് സാറിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരുന്നു? എനിക്ക് ഈ ജോലി കിട്ടുമ്പോൾ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, എന്റെ നാട്ടിൽ എനിക്ക് ഇത് ഡ്യൂട്ടി കിട്ടരുതെന്ന്. എന്റെ നാട്ടിൽ അപ്പോയിന്റ്മെന്റ് കിട്ടരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. നമ്മുടെ ആഗ്രഹം നമ്മൾ ഒരു ജോലി കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളെ സുഹൃത്തുക്കളെ കാണാം, നമ്മുടെ അയൽക്കാരെ കാണാം, നമുക്ക് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം. അത് തന്നെയാണ് പ്രശ്നം.
എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഈ സിഗ്നലിന്റെ അവിടെ നിന്നുകൊണ്ട് ഈ ട്രാഫിക്കിന്റെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലും കാണും, ആ അളിയാ കാരണം ഞാനും തിരിച്ച് ആ അളിയാന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു 50 വണ്ടി ബ്ലോക്കായി കിടക്കും. തലവേദനയാണ്. ഇങ്ങനെയാണ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് ഭൂരിഭാഗവും. ഹലോ ഹലോ ഇങ്ങേർക്ക് കഫക്കെട്ടങ്ങാണ്ടാന്ന് തോന്നുന്നു. ഹലോ ഹലോ കണ്ടംകുളത്തി ഏലാതി തൈലം നല്ലതാ. ഹലോ ഹലോ കിട്ടിയോ? ഹലോ സാർ. ഹലോ മുമ്പേ പറഞ്ഞ കിട്ടിയോ? അയ്യോ ഞാൻ ഇവിടെ സംസാരിച്ച് ഇന്ന് പോകാൻ പറ്റിയില്ല സാർ, മറന്നുപോയി. എടാ പപ്പ 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 ഓടാ പപ്പ 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 അല്ല എന്ത് കുറെ നേരമായിട്ട് സാർ സംസാരിച്ചേ? മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ലല്ല. 25 വർഷമായി ഞാൻ സർവീസിൽ കയറിയിട്ട് എനിക്കിതുവരെ മനസ്സിലായ. പിന്നെ കോമഡി മസാലയുടെ ഇന്നത്തെ ഈ രസക്കൂട്ട് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ഫ്രം മൈ.